നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഉയർത്തിക്കൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്ന നവീന്റെ കുടുംബത്തിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ സർക്കാർ സർവീസിലിരിക്കെ, പ്രത്യേകിച്ചൊരു ജില്ലയുടെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് നീതി ലഭിക്കാത്ത അവസ്ഥയിൽ ഹൈക്കോടതിയിൽ അഭയം തേടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു ADMന്റെ മരണത്തിലെ അന്വേഷണത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഒരു സാധാരണക്കാരന്റെ കാര്യം എന്താകുമെന്ന ചോദ്യം കൂടിയാണ് ഇവിടെ സമൂഹ മനസാക്ഷികളിൽ ഉയരുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന സംശയമാണ് കുടുംബം ഉന്നയിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണം അറിഞ്ഞ പിറകെ തന്നെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ എത്തും മുൻപ് അതിവേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സംഭവം മുതൽ കേസ് അന്വേഷണത്തിൽ അടിമുടി ദുരൂഹതയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാതെയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച എന്നതിനേക്കാൾ എന്തോ ഒന്ന് മൂടിവെക്കാനുള്ള ശ്രമങ്ങളായാണ് ആദ്യം മുതൽ തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്നുള്ള പ്രതീക്ഷകൾ കൂടി നഷ്ടപ്പെട്ടതോടെയാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത്. കണ്ണൂർ കളക്ടറേറ്റിൽ ഒക്ടോബർ 14 നടന്ന യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ ആരൊക്കെ സന്ദർശിച്ചു എന്ന് കണ്ടെത്തണമെന്നും കുടുംബത്തിന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കാൻ സഹായിക്കുമെന്നും നവീനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും കുടുംബത്തിന്റെ ഹർജിയിൽ പറയുന്നു. കളക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലെയും CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പിടിച്ചെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കണ്ടെത്താതെ കേസിലെ ഏക പ്രതിയായ PP ദിവ്യയെ കൃത്രിമ തെളിവ് സൃഷ്ടിക്കാൻ സഹായിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. ഇക്കാര്യം ഹർജിയിൽ എടുത്തു തന്നെ പറയുന്നുണ്ട്. നവീന്റെ മരണത്തിൽ PP ദിവ്യയ്ക്കുള്ള പങ്കിനെ കുറിച്ച് പ്രത്യേകമായ അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം ഇതുവരേക്കും നടത്തിയിട്ടില്ല. വകുപ്പ് തല അന്വേഷണം മാത്രമാണ് ഇതുവരേക്കും നടന്നത്. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റായിരുന്ന PP ദിവ്യ അതിക്രമിച്ചു കയറി വന്ന് നവീനെ ആക്ഷേപിക്കുകയായിരുന്നു. പെട്രോൾ പമ്പിന് NOC നൽകാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ദിവ്യ ആരോപിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറമാനെ കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്കടക്കം അയച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. നവീൻ കോഴ വാങ്ങിയെന്നാരോപിച്ചുകൊണ്ട് പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് പോലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നും ഹർജിയിൽ പറയുന്നു.